രാജസ്ഥാൻ സ്വദേശി വിക്രം കുമാർ മീണയ്ക്ക് കളിയേക്കാവിള സ്വദേശി പിടിയിൽ. വിശദമായ വാർത്തയിലേക്ക്. തിരുവനന്തപുരം മുട്ടത്തറയിൽ ഡ്രൈവിംഗ് ടെസ്റ്റിനെത്തിയവരെ ഡ്രൈവിംഗ് സ്കൂൾ അധികൃതർ മടക്കി അയച്ചു. ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരണത്തിനെതിരെ വലിയ പ്രതിഷേധമാണ് ഇവിടെ ഉയർന്നത്. ഇപ്പോഴും പ്രതിഷേധം തുടരുകയാണ്. വി അരുൺ വിശദാംശങ്ങളുമായി ചേരുന്നു. അരുൺ, എന്താണ് പ്രതിഷേധത്തിന് കാരണം? ഇപ്പോഴത്തെ സ്ഥിതി എന്താണ്? ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്തണമെന്ന നിർദ്ദേശം സർക്കാർ നൽകി. അതിന്റെ ഭാഗമായി രണ്ടുപേർ ഇവിടെ മുട്ടത്തറയിലെ ഡ്രൈവിംഗ് ടെസ്റ്റ് കേന്ദ്രത്തിൽ എത്തിയതായിരുന്നു. ഒരാൾ കാറും മറ്റൊരാൾ ബൈക്കിന്റെയും ടെസ്റ്റിനാണ് ഇവിടെ എത്തിയത്. ഈ കാറിനെത്തിയത് കെ ബി ഗണേഷ് കുമാറുമായി അടുത്ത ബന്ധം പുലർത്തുന്ന ഒരു മോട്ടോർ വെഹിക്കിൾ ഉദ്യോഗസ്ഥന്റെ മകളായിരുന്നു. അതാണ് പ്രതിഷേധത്തിന് കാരണം. അദ്ദേഹവും കൂടെ ഉണ്ടായിരുന്നു. കേരള മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് ഗസറ്റ് ഓഫീസ് അസോസിയേഷൻ ജനറൽ സെക്രട്ടറി AS വിനോദിന്റെ മകളാണ് ടെസ്റ്റിനെത്തിയത്. നേരത്തെ 2 തവണ ടെസ്റ്റ് പരാജയപ്പെട്ടിരുന്നു. ഇന്ന് റോഡ് ടെസ്റ്റ് ആദ്യം ഈ കുട്ടി പാസ്സായി. അതിനുശേഷം എടുക്കാൻ കയറുമ്പോഴാണ് വീണ്ടും പ്രശ്നമുണ്ടായത്. അവിടെ ടെസ്റ്റ് പരാജയപ്പെട്ടു. വലിയ പ്രതിഷേധം ഈ സമരക്കാർ കുട്ടി അകത്തേക്ക് കടത്തിവിടുന്നതിനും ഉണ്ടായി. അതിനുശേഷം ഈ ടെസ്റ്റ് പരാജയപ്പെട്ടതോടുകൂടി കൂകി വിളിച്ചായിരുന്നു സമരക്കാരുടെ പ്രതിഷേധം. ഈ വാഹനവുമായി കാറുമായി തിരിച്ചു പോകുമ്പോൾ അവർ കാറിലടിച്ചും മറ്റും പ്രതിഷേധിക്കുകയും ചെയ്തു. ഒരാൾ കൂടി ഇന്ന് ടെസ്റ്റിലുണ്ട്. അത് ബൈക്കിന്റെ 2 വീലർ ടെസ്റ്റാണ്. അതിന്റെ റോഡ് ടെസ്റ്റിനായി ഇപ്പോൾ അദ്ദേഹം പോയിരിക്കുകയാണ്. അവിടെയും ഈ സമരക്കാരുടെ പ്രതിഷേധമുണ്ട്. ഈ സമരക്കാർ എന്ന വലിയൊരു സെക്രട്ടേറിയറ്റ് മാർച്ച് നേരത്തെ പ്ലാൻ ചെയ്തിരുന്നു. അതിവിടെ ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിനിടെ സംസ്ഥാനത്തൊട്ടായുള്ള ഡ്രൈവിംഗ് സ്കൂൾ നമ്മൾ അവിടേക്ക് വരുന്നുണ്ട്. അതിനിടയിലാണ് ഇവിടെ ഈ പരിശോധനയ്ക്കായി ഡ്രൈവിംഗ് ടെസ്റ്റിനായി 2 പേർ എത്തിയത്. അപ്പോഴും ഇവിടെ സമരക്കാർ ചിലർ സംഘടിച്ചിരുന്നു. അവരാണ് ഈ പ്രതിഷേധം ഉയർത്തിയത്. മനഃപൂർവ്വം പ്രശ്നമുണ്ടാക്കാൻ കെ ബി ഗണേഷ് കുമാർ മന്ത്രി അദ്ദേഹത്തിന്റെ അടുപ്പക്കാരനെ ഇവിടേക്ക് വിടുകയായിരുന്നു എന്ന ആരോപണമാണ് സമരക്കാർ ഉന്നയിക്കുന്നത്. അവരുടെ പ്രതിഷേധം തിരുവനന്തപുരം മുട്ടത്തറയിലാണ് ഡ്രൈവിംഗ് ടെസ്റ്റിനെത്തിയവരെ ഡ്രൈവിംഗ് സ്കൂൾ അധികൃതർ മടക്കി അയച്ചത്. ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരണത്തിനെതിരെ വലിയ പ്രതിഷേധം നടക്കുന്നതിനിടെയാണ് 2 പേർ അവിടെ ടെസ്റ്റിനായി ചെന്നത്. ഇപ്പോഴും അവിടെ പ്രതിഷേധം തുടരുകയാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. ടെസ്റ്റ് പരിഷ്കരണത്തിൽ വ്യാപകമായി പ്രതിഷേധം തുടരുന്നതിനിടെയാണ് അവിടെ 2 പേർ എത്തിയിരുന്നത്. കെ ബി ഗണേഷ് കുമാറുമായി ബന്ധമുള്ള ആളുകളാണ് അവിടെ എത്തിയത് എന്ന് ആരോപിച്ചുകൊണ്ടായിരുന്നു ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളുടെ പ്രതിഷേധം. റോഡ് ടെസ്റ്റ് നടത്താൻ എത്തിയ പെൺകുട്ടിയെ കൂകി വിളിച്ചുകൊണ്ടാണ് മടക്കി അയച്ചത്. ടെസ്റ്റ് പരാജയപ്പെടുകയും ചെയ്തു എന്നാണ് മനസ്സിലാക്കുന്നത്. അതിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത്. അരുൺ, ഈ ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാകുന്നത് വലിയ പ്രതിഷേധം അവിടെ ഉണ്ടായിരുന്നു എന്നാണ്. ഇപ്പോഴും പ്രതിഷേധക്കാർ അവിടെ തന്നെ ഉണ്ടോ? പ്രതിഷേധക്കാർ ഇവിടെ തന്നെ തുടരുകയാണ്. ഇപ്പോൾ ഒരു 2 വീലറിന്റെ റോഡ് ടെസ്റ്റ് ഇവിടെ നടക്കുകയാണ്. ഈ ഡ്രൈവിംഗ് സ്കൂൾ ഉടമയുടെ വാഹനം തന്നെയാണ് ഇവർ എത്തിയത്. അദ്ദേഹത്തിനെതിരെയും പ്രതിഷേധമുണ്ട്. ഏതായാലും ഇപ്പോൾ ഈ റോഡ് ടെസ്റ്റ് നടക്കുന്ന അവിടേക്ക് പ്രതിഷേധക്കാർ ഇപ്പോൾ ബൈക്കിന്റെ റോഡ് ടെസ്റ്റാണ്, 2 വീലർ റോഡ് ടെസ്റ്റാണ് നടക്കുന്നത്. അവിടേക്കും പ്രതിഷേധക്കാർ എത്തുമെന്ന സൂചനയുണ്ട്. വലിയ പ്രതിഷേധവും അസഭ്യ വർഷവുമാണ് ഈ റോഡ് ടെസ്റ്റ് എത്തിയവർക്കെതിരെ സമരക്കാരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായത്. കൂകിവിളിയോടെ ടെസ്റ്റ് പരാജയപ്പെട്ടതോടെ കൂകിവിളികളോടെയാണ് ഇവരെ സമരക്കാർ തിരികെ ഇറങ്ങുമ്പോൾ സ്വീകരിച്ചത്. കാറുമായി കടന്നു പോകുമ്പോഴും വലിയ പ്രതിഷേധമുണ്ടായിരുന്നു. കാറിൽ അടിച്ച് അസഭ്യം പറഞ്ഞുമാണ് അവരുടെ പ്രതിഷേധം അവർ അറിയിച്ചത്. ഇപ്പോൾ 2 വീലർ റോഡ് ടെസ്റ്റ് ഇവിടെ ഈ ഗ്രൗണ്ട് സമീപത്തിന്റെ റോഡിൽ നടക്കുകയാണ്. നേരത്തെ കാറ് റോഡ് ടെസ്റ്റ് നടത്തിയ ശേഷമാണ് ഈ അകത്ത് റോഡ് ടെസ്റ്റ് പാസ്സായ ശേഷമാണ് എടുക്കാനായി ആ കുട്ടി യുവതി അകത്തേക്ക് പോയത്. അവിടെയാണ് അവർ പരാജയപ്പെട്ടത്. അതിനെതിരെ വലിയ പ്രതിഷേധം ഉണ്ടായത്. ഇപ്പോൾ 2 വീലറിന്റെ റോഡ് ടെസ്റ്റും അവിടെ പുരോഗമിക്കുകയാണ്. അവിടെയും പ്രതിഷേധം ഉണ്ടാകും. സ്വകാര്യ വാഹനങ്ങൾ വരുന്നവർക്ക് റോഡ് ടെസ്റ്റ് തടയില്ല നേരത്തെ ഇവർ പറഞ്ഞു. പക്ഷെ ഇപ്പോൾ ഒരു ഡ്രൈവിംഗ് സ്കൂൾ ഉടമയുടെ വാഹനത്തിൽ മന്ത്രിക്ക് ഏറ്റവും അടുത്ത ബന്ധമുള്ള ഉദ്യോഗസ്ഥന്റെ മകളെ കൊണ്ടുവന്നതാണ് ഈ പ്രതിഷേധം ഉണ്ടാകാനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങളിലൊന്ന്. അതാണ് ഇത്രയധികം
വലിയ പ്രതിഷേധത്തിലേക്ക് കാര്യങ്ങൾ പോയത്. കടുത്ത രീതിയിലുള്ള പ്രതിഷേധം ഉണ്ടായി. എങ്ങനെ ഈ റോഡ് ടെസ്റ്റ് നേരെ വാഹനം ഓടിക്കാൻ അറിയാത്ത ഈ യുവതി എങ്ങനെ റോഡ് ടെസ്റ്റ് പാസ്സായി എന്നും സമരക്കാർ ചോദിക്കുന്നുണ്ട്. ശരി അരുൺ, എന്തായാലും മുട്ടത്തറയിൽ വലിയ പ്രതിഷേധം നടക്കുകയാണ്. ഇപ്പോഴും അവിടെ ടെസ്റ്റ് നടത്താൻ സാധിക്കില്ല അല്ലെങ്കിൽ അനുവദിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളുടെ വലിയ പ്രതിഷേധം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. വി അരുണാണ് വിവരങ്ങൾ നൽകിയത്. മറ്റു വാർത്തകളിലേക്ക്. മലപ്പുറം പൊന്നാനിയിൽ നിന്നും പോയ മത്സ്യബന്ധന ബോട്ടിൽ കപ്പലിടിച്ച് 2 മരണം. കാണാതായ പൊന്നാനി പള്ളിപ്പടി സ്വദേശി ഗഫൂറിന്റെയും അഴീക്കൽ സ്വദേശി സലാമിന്റെയും മൃതദേഹമാണ് കണ്ടെടുത്തത്. അപകട സമയത്ത് 4 പേരെ കപ്പൽ ജീവനക്കാർ രക്ഷപ്പെടുത്തിയിരുന്നു. പൊന്നാനിയിൽ നിന്നും വെള്ളിയാഴ്ച രാത്രി മത്സ്യബന്ധനത്തിന് പോയ അഴീക്കൽ സ്വദേശി നൈനാറിന്റെ ഉടമസ്ഥതയിലുള്ള ഇസ്ലാഹ് ബോട്ടാണ് അപകടത്തിൽപ്പെട്ടത്. ഇടിയുടെ ആഘാതത്തിൽ ബോട്ട് 2ആയി പിളർന്ന് കടലിൽ മുങ്ങിത്താഴുകയായിരുന്നു. എറണാകുളം പുതുവൈപ്പ് ബീച്ചിലെ അപകടത്തിൽ മരണം 3ആയി. ചികിത്സയിലുള്ള 2 കുട്ടികൾ കൂടി മരിച്ചു. കത്രിക്കടവ് സ്വദേശി മിലൻ സെബാസ്റ്റ്യൻ, എറണാകുളം സ്വദേശി ആൽവിൻ എന്നിവരാണ് മരിച്ചത്. ഇവർക്കൊപ്പം കടലിൽ കുളിക്കാനിറങ്ങിയ അഭിഷേക് ഇന്നലെ മരിച്ചു. കണ്ണൂർ പാനൂർ വിഷ്ണുപ്രിയ വധക്കേസിൽ ശിക്ഷാവിധി ഇന്ന്. വിഷ്ണുപ്രിയയെ അതിക്രൂരമായി കൊലപ്പെടുത്തിയ കൂത്തുപറമ്പ് സ്വദേശി ശ്യാംജിത്താണ് കുറ്റക്കാരനെന്ന് കോടതി കണ്ടെത്തിയിരുന്നു. പ്രോസിക്യൂഷൻ ഹാജരാക്കിയ ശാസ്ത്രീയ തെളിവുകൾ ഉൾപ്പെടെ അംഗീകരിച്ചായിരുന്നു വിധി. 2022 ഒക്ടോബർ 22-നായിരുന്നു സംഭവം. സുഹൃത്തുമായി വീഡിയോ കോളിൽ സംസാരിച്ചിരിക്കെ വിഷ്ണുപ്രിയയുടെ കിടപ്പുമുറിയിലേക്ക് അതിക്രമിച്ചു കയറിയ ശ്യാംജിത്ത് ചുറ്റിക കൊണ്ട് തലയ്ക്കടിച്ചു വീഴ്ത്തി കഴുത്തറുത്ത് കൊലപ്പെടുത്തുകയായിരുന്നു. ട്രെയിനിനുള്ളിൽ വീണ്ടും ടിടിഇക്ക് മർദ്ദനം. രാജസ്ഥാൻ സ്വദേശിയായ ടിടിഇ വിക്രം കുമാർ മീണയ്ക്കാണ് മർദ്ദനമേറ്റത്. മംഗലാപുരം തിരുവനന്തപുരം മാവേലി എക്സ്പ്രസിലെ ടിടിഇ വിക്രം കുമാർ മീണയ്ക്കാണ് മർദ്ദനമേറ്റത്. ടിക്കറ്റ് എടുക്കാതെ കയറിയ ആളോട് ഇത് ചോദ്യം ചെയ്തപ്പോഴുണ്ടായ തർക്കത്തിന് പിന്നാലെ മൂക്കിനിടിക്കുകയായിരുന്നു. ഇന്നലെ രാത്രിയിൽ ട്രെയിൻ തിരൂരിലെത്താറായപ്പോഴാണ് സംഭവം. അതിക്രമം നടത്തിയ തിരുവനന്തപുരം കളിയിക്കാവിള സ്വദേശിയെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. തിരുവനന്തപുരം കഴക്കൂട്ടത്ത് കാർ കത്തി നശിച്ചു. കഴക്കൂട്ടം മഹാദേവർ ക്ഷേത്രത്തിൽ ഉത്സവം കഴിഞ്ഞ ശേഷം അപകടകരമായി ഓടിച്ച കാർ മറ്റു വാഹനങ്ങളിൽ തട്ടിയതിനെ തുടർന്ന് പ്രദേശവാസികളുമായി തർക്കമുണ്ടായിരുന്നു. കാറിന്റെ ചില്ല് തകർന്നതിനെ തുടർന്ന് പാർക്ക് ചെയ്തിരുന്ന കാർ വെളുപ്പിന് 5 മണിയോടെയാണ് കത്തുന്ന നിലയിൽ കണ്ടത്. ഫയർഫോഴ്സ് എത്തിയാണ് തീയണച്ചത്. സമീപത്ത് 2 ട്രാൻസ്ഫോമറുകൾ ഉണ്ടായിരുന്നെങ്കിലും അതിലേക്ക് തീ പടർന്നില്ല. കഴക്കൂട്ടം പോലീസ് അന്വേഷണം ആരംഭിച്ചു. കാലാവസ്ഥാ വ്യതിയാനത്തിനൊപ്പം പക്ഷികളുടെ ശല്യവും ഏറിയതോടെ കണ്ണൂർ പയ്യന്നൂർ കണ്ടങ്കായലിലെ കർഷകർ ദുരിതക്കയത്തിലാണ്. കൃഷി ഉപേക്ഷിക്കുകയല്ലാതെ മുന്നിൽ മറ്റു വഴികളില്ലെന്നാണ് കർഷകർ പറയുന്നത്. പയ്യന്നൂർ കണ്ടങ്കാളിയിലെ കെ.വി. രാജൻ എന്ന കർഷകന് വലിയ നഷ്ടമാണ് ഇത്തവണ സംഭവിച്ചത്. കാലാവസ്ഥയിലെ മാറ്റം കാരണം ആദ്യം നെൽകൃഷിയാകെ നശിച്ചു. നെല്ലിനു ശേഷം ചെയ്ത പച്ചക്കറി കൃഷിയും നഷ്ടമായി. അതിനുശേഷമാണ് എല്ലാ വർഷത്തെയും പോലെ വൻപയർ വിത്തിട്ടത്. 30 സെന്റിൽ നിന്ന് 1 ക്വിന്റൽ വരെ വൻപയർ വിളവെടുത്തിരുന്ന സ്ഥാനത്ത് ഇത്തവണ പകുതി പോലും ലഭിച്ചില്ല. മയിലും തത്തകളുമാണ് വിളയാകെ കൊണ്ടുപോയത്. ഈ കർഷകന്റെ കാര്യം എന്ന് പറഞ്ഞാൽ വളരെ വളരെ ദയനീയ സ്ഥിതിയാണ്. ഒന്ന് തത്ത ഇക്കൊല്ലം മുണ്ടോം വാളിയത് കണ്ടില്ലേ, എല്ലാം ചീഞ്ഞ് എല്ലാം പോയി. 1 മണി നെല്ല് പോലും കിട്ടിയില്ല. അതേപോലെ തന്നെ അതിന് ശേഷം വാളിയതാണ് ഈ പയർ വർഷത്തിൽ ഞാൻ ഒരു 80 കിലോ 90 കിലോ കൊടുക്കലുണ്ട്. ഇപ്രാവശ്യം 1 കിലോ പോലും നമുക്ക് കിട്ടിയില്ല. അത്രയും ദയനീയ സ്ഥിതിയായി കർഷകൻ എന്ന് പറഞ്ഞാൽ ഇതെല്ലാം മതിയാക്കി. ആരും പണിയെടുക്കുന്നവനോട്ട് കിട്ടുന്നില്ല. തത്ത വന്നിട്ട് തത്തനെ പിടിച്ചാൽ 3 മാസം തടവും 6,000 രൂപ 10,000 രൂപ പിഴയും. അതുകൊണ്ട് അതിനൊന്നും ചെയ്യാൻ പറ്റാത്ത സ്ഥിതിയിൽ എങ്ങനെ കർഷകൻ എങ്ങനെ ജീവിക്കേണ്ടത്? ഒരു രക്ഷയുമില്ല. പക്ഷികൾ മുൻവർഷത്തേക്കാൾ കൂടുതലായി കൃഷിയിടങ്ങളിലേക്ക് എത്തുകയാണ്. പ്രദേശത്തെ മറ്റു കർഷകരുടെയും സ്ഥിതി സമാനമാണ്. ന്യൂസ് 18 പയ്യന്നൂർ. ഇപ്പോൾ ആർഎംപി നേതാവ് എൻ വേണു മാധ്യമങ്ങളെ കാണുകയാണ്. തത്സമയ ദൃശ്യങ്ങളിലേക്ക്. ഒരാളുടെ തെറ്റിനെ സംബന്ധിച്ച് അയാൾ കൂടി ഉൾപ്പെടുന്ന ഘടകം ചർച്ച ചെയ്ത് അതിന്റെ കാര്യങ്ങളെ പിന്നീട് ആലോചിക്കേണ്ട കാര്യങ്ങൾ. അതിനുശേഷം ഇപ്പോൾ നിയമ നടപടി നേരിടേണ്ടി വരുന്ന ഒരു സാഹചര്യമാണ്. അപ്പോ ഹൈഹറിനെ ആ നിയമ നടപടിയിൽ പാർട്ടി പിന്തുണക്കുമോ അല്ല, അതിനിപ്പോ നിയമ നടപടി സ്വീകരിക്കുമ്പോൾ അദ്ദേഹം തന്നെയാണല്ലോ കേസ് നടത്തേണ്ടത്. സ്വാഭാവികമായിട്ടും നിയമത്തിൽ അദ്ദേഹത്തിന്റെ കേസ് എടുത്താൽ നിയമപരമായിട്ട് നടപടിക്രമങ്ങൾക്ക് അയാൾ പോകേണ്ടി വരും. അയാൾക്ക് വക്കീല് വേണ്ടി വരും.
അയാൾക്ക് ഇങ്ങനെ കേസ് അതൊക്കെ ചെയ്യേണ്ടതാണല്ലോ. രാഷ്ട്രീയ പിന്തുണ എന്ന് പറയുന്നത് അദ്ദേഹം അവിടെ നടത്തിയ പ്രസംഗത്തിന്റെ എല്ലാം ഭൂരിപക്ഷവും രാഷ്ട്രീയ സമരങ്ങളാണ്. അതോടൊപ്പം വന്നൊരു പെസക്, അതുകൊണ്ട് മാത്രം ഒരാൾ അപ്പാട് പൂട്ടിക്കളയാൻ കഴിയില്ല. ആ പെസക് തെറ്റാണെന്ന് ബോധ്യപ്പെടുകയും തിരുത്താനും ആവശ്യമായ നിലപാടുകൾ സ്വീകരിക്കും. ഇനി അദ്ദേഹം ആ തെറ്റിൽ ഉറച്ചു നിൽക്കുകയാണെങ്കിൽ മറ്റു സംവിധാനങ്ങൾക്ക് പാർട്ടി പോകും. ഇപ്പൊ അതിനായിട്ട് യോഗം വിളിക്കേണ്ട കാര്യം ഇതൊക്കെ ഓരോ സഖാവിന്റെയും പ്രവർത്തനങ്ങൾ ഓരോ കമ്മിറ്റിയും പരിശോധിക്കും. അങ്ങനെ പരിശോധിക്കുമ്പോൾ ഞങ്ങൾക്കുൾപ്പെടെ ബോധ്യപ്പെടുന്ന പ്രശ്നങ്ങളുമായി മുൻനിർത്തിയിട്ടാണ് അതേപോലെ പെസക്ക് പറ്റിയ സഖാക്കൾക്കും ബോധ്യപ്പെടുന്നതിന്റെ പൊതുബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി എന്ന് പറയുന്നത്. പരിശോധിക്കുമല്ലോ, ഉറപ്പല്ലേ, പരിശോധിക്കുമല്ലോ. ആ പരിശോധനയുടെ പ്രാഥമിക പരിശോധിച്ചു കൊണ്ട് തന്നെയാണ് പ്രാഥമികമായ സെക്കൻഡുകൾക്കുള്ളിൽ തിരുത്താൻ ഹരിഹരനോട് ആവശ്യപ്പെടുകയും അദ്ദേഹം അത് അംഗീകരിക്കുകയും തിരുത്തുകയും ചെയ്തു. പാർട്ടിയും അത് തിരുത്തി പറഞ്ഞു. അതോടെ അല്ല, ഇങ്ങനൊരു പരാമർശം വന്നപ്പോ ഹരിഹരനെ ഉടനെ ബന്ധപ്പെട്ടു ഇങ്ങനെ പ്രശ്നം നിങ്ങളുടെ പ്രസംഗത്തിൽ വന്നിട്ടുണ്ട്, ഉടനടി തിരുത്തണം. അദ്ദേഹം പറഞ്ഞു ശരി, അങ്ങനെ അവതാരം പറ്റിയിട്ടുണ്ട്, ഞാൻ തിരുത്താൻ തയ്യാറാണ്. അതെ, LDF ചിത്രീകരിച്ചത് SDPIയുടെ വേദി പങ്കിടുന്ന ഒരു പടം. ഞാനതിന് SP ക്ക് കേസ് കൊടുത്തു. പാർലമെന്ററി തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയുടെ കൺവീനർ എന്ന നിലക്ക് ഞാനാണ് SP ഒരു പരാതി സംബന്ധിച്ച് കൊടുത്തത്. അതുപോലെ കാഫിർ എന്ന് പറയുന്ന ഒരു പദപ്രയോഗം ഉപയോഗിച്ചു. ഞാനത് വീണ്ടും വീണ്ടും പറയാത്തതാണ്. ഇതൊന്നൊരു നമ്മളെ പറഞ്ഞ് പരത്തിപ്പോണ്ട ഒരു കാര്യമല്ല. എന്നൊരു പദപ്രയോഗം യൂത്ത് ലീഗുകാരന്റെ ഫേക്കായ ഒരു പോസ്റ്റിലുണ്ട്. അദ്ദേഹം പരാതി കൊടുത്തു. SP യോട് പറഞ്ഞു, നിങ്ങൾ എന്റെ ഫോൺ എടുത്തോ, അന്വേഷിക്കും. മിനിഞ്ഞാന്ന് SP പറഞ്ഞു, നിങ്ങൾക്ക് ഇതിലൊരു ബന്ധവുമില്ല. അപ്പൊ ഞങ്ങൾ ചോദിക്കുന്നത് ആരാണ് ചെയ്തത്? കണ്ടെത്തട്ടെ പോലീസ്. വർഗീയ പ്രചരണം എന്ന് പറയുന്നത് അതിഭീകരമാണ്. കാഫിർ എന്ന് ശൈലജ ടീച്ചറെ സംബന്ധിച്ച് UDF പ്രചരിപ്പിച്ചു എന്നാണ് അവർ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അത് തീർത്തും പെശകാണെന്ന് റൂറൽ SP പറഞ്ഞു. റൂറൽ SP ഞങ്ങൾ അതിലേക്ക് മുന്നോട്ട് പോവുകയാണ്, കോടതിയിൽ പോവുകയാണ് സംബന്ധിച്ചിട്ട്. അതിന്റെ എവിടുന്നാണ് ഈ ഫേക്ക് ഇത്തരമൊരു കാഫർ പ്രയോഗം ഉള്ള ഫേക്ക് പോസ്റ്റ് ഉണ്ടായത്, അതിന്റെ ഉറവിടം എവിടെയെന്ന് കണ്ടെത്തുന്നത് കേരളത്തിലെ പോലീസാ. അവർ കണ്ടെത്തുന്നവരെ ആ പോരാട്ടം ഞങ്ങൾ തുടരും, നിയമപരമായിട്ടും രാഷ്ട്രീയമായിട്ടും. ആര് പറഞ്ഞു? ഞാനതല്ല പറഞ്ഞു. ഒന്ന് ഞാൻ ടീച്ചർ ആദ്യം നടത്തിയത് എന്നെ കള്ളി എന്ന് വിളിച്ചു. ഞാൻ പറഞ്ഞത് 100-600ഓളം പൊതുയോഗങ്ങൾ, കുടുംബയോഗങ്ങൾ എന്നിട്ട് ഒരു പരാമർശം പോലും ഞങ്ങളുടെ ഒരു പ്രവർത്തകന്റെ ഭാഗത്ത് ഉണ്ടായി എന്ന് ഒരു പരാതിയും നിലനിൽക്കുന്നില്ല. പറഞ്ഞോട്ടെ, ഞാൻ പറയട്ടെ. അങ്ങനെ ഒരു പരാതി ഇല്ല. സോഷ്യൽ മീഡിയയിൽ ഇവരുടെ ഗ്രൂപ്പുകൾ ഇങ്ങനെ വിളിച്ചു എന്ന് പറയുകയാണ്. ഞങ്ങളല്ല വിളിച്ചത്. ഞങ്ങൾ പറഞ്ഞു ആരാണ് വിളിച്ചത്, അവർ പറയുന്നില്ല. രണ്ടാമത് വന്നത് പേഴ്സണലി അദ്ദേഹത്തെ അവരെ UDF പ്രവർത്തകരുടെ സോഷ്യൽ മീഡിയയിലാണെങ്കിൽ അന്വേഷിച്ചിട്ട് അവരെ കണ്ടെത്തിയാൽ ഒരു വിധത്തിൽ ഞങ്ങൾ അംഗീകരിക്കില്ല. പോലീസ് ഉണ്ടല്ലോ. RMP നേതാവ് ഹരിഹരന്റെ സ്ത്രീവിരുദ്ധ പരാമർശത്തിൽ ഇപ്പോൾ നടപടിയെടുക്കേണ്ട ആവശ്യമില്ല. പാർട്ടി അത് തിരുത്താൻ അദ്ദേഹത്തോട് ആവശ്യപ്പെടുകയും അദ്ദേഹം തിരുത്തുകയും ചെയ്തു എന്നാണ് ഇപ്പോൾ N. വേണു മാധ്യമപ്രവർത്തകരോട് പറഞ്ഞത്. അദ്ദേഹത്തിന്റെ വാർത്താ സമ്മേളനം തുടരുകയാണ്. മറ്റു വാർത്തകളിലേക്ക് പോകുമ്പോൾ, കടുത്ത വേനൽച്ചൂടിനെ പ്രതിരോധിക്കാൻ AIYF പ്രവർത്തകർ കൊച്ചിയിൽ ഒരുക്കിയ തണ്ണീർ പന്തൽ ജനങ്ങൾക്ക് ആശ്വാസമാവുകയാണ്. 100 കണക്കിന് പേരാണ് ദിവസവും പന്തലിലെത്തി ദാഹം അകറ്റുന്നത്. തണ്ണിമത്തൻ, പൊട്ടുവെള്ളരി, സംഭാരം തുടങ്ങി വിവിധങ്ങളായ പാനീയങ്ങളാണ് ഓരോ ദിവസവും ഒരുക്കുന്നത്. CPI ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം KN സുഗതൻ വിതരണോദ്ഘാടനം നിർവഹിച്ചു. CPI ജില്ലാ കൌൺസിൽ അംഗം TC സഞ്ജിത്ത്, AIYF ജില്ലാ സെക്രട്ടറി KR റെനീഷ്, AITUC മണ്ഡലം സെക്രട്ടറി VS സുനിൽകുമാർ എന്നിവർ തണ്ണീർ പന്തലിന് നേതൃത്വം നൽകി. തിരുവനന്തപുരം നഗരൂരിൽ ഇടിമിന്നലേറ്റ 2 പോത്തുകൾ ചത്തു. കേശവപുരം സ്വദേശി സജികുമാറിന്റെ വീട്ടിൽ വളർത്തിയിരുന്ന പോത്തുകൾക്കാണ് മിന്നലേറ്റത്. ഇന്നലെ രാത്രിയിൽ പെയ്ത മഴയ്ക്കൊപ്പമുണ്ടായ ഇടിമിന്നലേറ്റാണ് പോത്തുകൾ ചത്തത്. 300 കിലോ ഭാരം വരുന്ന 2 വയസ്സ് പ്രായമുള്ള പോത്തുകളാണ് ചത്തത്. വീട്ടിലെ വയറിങ്ങും ഇലക്ട്രിക് ഉപകരണങ്ങളും മിന്നലേറ്റ് നശിച്ചു. ഏകദേശം 2 ലക്ഷം രൂപയുടെ നഷ്ടം സംഭവിച്ചതായി വീട്ടുടമ സജികുമാർ പറഞ്ഞു. കണ്ണൂർ ചക്കരക്കല്ലിൽ ബോംബ് സ്ഫോടനം. 2 ഐസ്ക്രീം ബോളുകളിൽ നിർമ്മിച്ച ബോംബുകളാണ് പൊട്ടിയത്.
ബാവോട് റോഡരികിൽ പോലീസ് പട്രോളിംഗ് നടത്തുന്നതിനിടെയായിരുന്നു സ്ഫോടനം നടന്നത്. CPM BJP സംഘർഷം നിലനിൽക്കുന്ന മേഖലയാണ്. ബാവോട് മേഖലയിൽ ക്ഷേത്രോത്സവത്തിന് തോരണം കെട്ടുന്നതിൽ തർക്കമുണ്ടായിരുന്നു. ശക്തമായ കാറ്റിൽ കാസർഗോഡ് നഗരത്തിൽ സ്ഥാപിച്ചിരുന്ന കൂറ്റൻ പരസ്യ ബോർഡ് തകർന്നു വീണു. ആളപായമില്ല. വലിയ അപകടമാണ് ഒഴിവായത്. കാസർഗോഡ് പുതിയ ബസ് സ്റ്റാൻഡിന് സമീപത്തെ പരസ്യ ബോർഡാണ് തകർന്നു വീണത്. കോഴിക്കോട് തിരുവമ്പാടിയിൽ വാഹനാപകടം. പുല്ലൂരാംപാറയിൽ നിയന്ത്രണം വിട്ട കാർ സമീപത്തെ മതിലിലിടിച്ചു. മഴ പെയ്ത റോഡിൽ വെള്ളമായതിനാൽ ബ്രേക്ക് നഷ്ടപ്പെടുകയായിരുന്നു. പരിക്കേറ്റവരെ ആശുപത്രിയിലേക്ക് മാറ്റി. കണ്ണൂർ ഉദയഗിരിയിൽ ഭിന്നശേഷിക്കാരൻ കൊല്ലപ്പെട്ടു. സഹോദരി പുത്രന്റെ അടിയേറ്റാണ് ഇരു കാലുകൾക്കും സ്വാധീനമില്ലാത്ത ദേവസ്യ കുമ്പുക്കൽ കൊല്ലപ്പെട്ടത്. സഹോദരി പുത്രനായ ഷൈൻ മോൻ കോടാലി കൊണ്ട് വെട്ടുകയും കല്ലുകൊണ്ട് തലയ്ക്കടിച്ചും കൊലപ്പെടുത്തുകയായിരുന്നു. കുടുംബ വഴക്കാണ് കൊലപാതക കാരണമെന്നാണ് സൂചന. തൃപ്പൂണിത്തുറയിൽ അച്ഛനെ ഉപേക്ഷിച്ച സംഭവത്തിൽ സബ് കളക്ടർക്ക് പോലീസ് ഇന്ന് റിപ്പോർട്ട് നൽകും. മകൻ അജിത്തിനോട് നാളെ സ്റ്റേഷനിൽ ഹാജരാക്കാൻ പോലീസ് നിർദ്ദേശം നൽകി. ഇതിനു പുറമെ മനുഷ്യാവകാശ കമ്മീഷനും പോലീസ് റിപ്പോർട്ട് നൽകും. മറ്റ് വാർത്തകളിലേക്ക് എത്താം ഇടവേളയ്ക്ക് ശേഷം. ഗോവിന്ദൻ മാസ്റ്റർ പുലർച്ചെ മരണപ്പെടുന്നത് 5:00 മരണം സ്ഥിരീകരിക്കുന്നത്. ഇന്നലെ ഈ കുട്ടികൾ തിരയിൽപ്പെടുമ്പോൾ ആ പരിസരത്തുണ്ടായിരുന്ന ഒരു നീന്തൽ പരിശീലനം നൽകുന്ന സംഘം അവർ രക്ഷക്കെത്തിയത് കൊണ്ടാണ് ഈ ഒരു ആഘാതം ഇത്രയെങ്കിലും കുറയുന്നത്. അവരെ വളരെ പെട്ടെന്ന് രക്ഷാപ്രവർത്തനത്തിൽ പങ്കെടുത്തു. വലിയ തിരമാല ആഞ്ഞടിക്കുകയായിരുന്നു എന്നാണ് പരിസരത്തുണ്ടായിരുന്നവർ പറയുന്നത്. കുട്ടികൾ തിരയിലകപ്പെട്ടു. തുടർന്ന് അഭിഷേകിനെ തിരച്ചിൽ വൈകി കണ്ടെത്തുന്നു. അഭിഷേക് കണ്ടെത്തുമ്പോൾ തന്നെ വീണ്ടും വാർത്തയിലേക്ക്. കേരളത്തിൽ വ്യാഴാഴ്ച വരെ വിവിധ ജില്ലകളിൽ ഒറ്റപ്പെട്ട മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് പത്തനംതിട്ട, ഇടുക്കി ജില്ലകളിൽ യെല്ലോ അലർട്ടാണ്. നാളെ തിരുവനന്തപുരം, പത്തനംതിട്ട ജില്ലകളിലും, ബുധനാഴ്ച തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട ജില്ലകളിലും, വ്യാഴാഴ്ച തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ഇടുക്കി ജില്ലകളിലും ഒറ്റപ്പെട്ട ശക്തമായ മഴ മുന്നറിയിപ്പുണ്ട്. ആലപ്പുഴയിൽ H1N1 ബാധിതരുടെ എണ്ണം കൂടുന്നതിനാൽ കരുതലോടെ ജില്ലാ ഭരണകൂടം. 2 ആഴ്ചയ്ക്കിടെ 10 പേർക്കാണ് പനി കണ്ടെത്തിയതെന്ന് ആരോഗ്യവകുപ്പിന്റെ റിപ്പോർട്ടിൽ പറയുന്നു. ശക്തമായ പനി, ജലദോഷം, ശരീരവേദന, തൊണ്ടവേദന, ഛർദി എന്നിവയാണ് രോഗലക്ഷണം. കാലാവസ്ഥാ വ്യതിയാനം വൈറസുകളുടെ വ്യാപനത്തിനും പെരുകലിനും കാരണമാകുന്നു എന്നാണ് വിലയിരുത്തൽ. തൃശൂർ കഴിഞ്ഞാൽ ഏറ്റവും അധികം H1N1 കേസുകൾ റിപ്പോർട്ട് ചെയ്ത 2ാമത്തെ ജില്ലയാണ് ആലപ്പുഴ. കത്തോലിക്ക കോൺഗ്രസിന്റെ 106ാം ജന്മവാർഷികാഘോഷം കോട്ടയം അരുവിത്തുറയിൽ നടന്നു. പാലാ രൂപത അധ്യക്ഷൻ മാർ ജോസഫ് കല്ലറങ്ങാട്ട് പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്തു. കുടിയേറ്റം ഒരിക്കലും കയ്യേറ്റമല്ലെന്നും ജനസംഖ്യയിലെ കുറവ് സമുദായത്തിന്റെ ബലഹീനതയാണെന്നും അദ്ദേഹം പറഞ്ഞു. ബിഷപ്പുമാരായ മാർ ജോസ് പുളിക്കൽ, മാർ ജോൺ നെല്ലിക്കുന്നേൽ, മാർ തോമസ് തറയിൽ എന്നിവർ സന്ദേശം നൽകി. ഡയറക്ടർ റവറന്റ് ഡോക്ടർ ഫിലിപ്പ് കവിയിൽ, പ്രസിഡന്റ് ബിജു പറയന്നിലം, രാജീവ് ജോസഫ്, പാലാ രൂപത ഡയറക്ടർ ഫാദർ ജോർജ് വർഗീസ് ഞാറക്കുന്നേൽ എന്നിവർ സംസാരിച്ചു. മുക്കം മുസ്ലിം ഓർഫനേജ് നിർധനരായ പൂർവ്വ വിദ്യാർത്ഥികൾക്ക് നിർമ്മിച്ചു നൽകുന്ന 6ാമത്തെ വീടിന്റെ താക്കോൽദാനം പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ നിർവഹിച്ചു. ഓർഫനേജിലെ പൂർവ്വ വിദ്യാർത്ഥിനിയും തൂങ്ങുംപുരം സ്വദേശിനിയുമായ റംലയ്ക്കാണ് 6ാമത്തെ വീട് നിർമ്മിച്ചു നൽകിയത്. വരും വർഷങ്ങളിലും നാട്ടിലുള്ള നിർധനരായവരെ കണ്ടെത്തി വീട് വെച്ച് നൽകുമെന്നും ഓർഫനേജ് കമ്മിറ്റി ഭാരവാഹികൾ പറഞ്ഞു. പട്ടാമ്പി കൊടലൂർ ശിവക്ഷേത്രത്തിൽ നടന്ന തിരുവാതിര കളി ശ്രദ്ധേയമായി. ക്ഷേത്രത്തിൽ നടക്കുന്ന ഭാഗവത സപ്താഹ യജ്ഞത്തോടനുബന്ധിച്ചാണ് മാതൃസമിതിയുടെ അംഗങ്ങൾ തിരുവാതിര കളി അവതരിപ്പിച്ചത്.
1 മണിക്കൂർ കൊണ്ട് 129 അമ്മമാരെ ആദരിച്ച് റെക്കോർഡ് നേടി WMHC. തിരുവനന്തപുരത്ത് നടന്ന പരിപാടിയിൽ 14 ജില്ലകളിൽ നിന്നും വ്യത്യസ്ത മേഖലകളിൽ കഴിവ് തെളിയിച്ചിട്ടുള്ള അമ്മമാരെയാണ് ആദരിച്ചത്. പരിപാടിക്ക് വേൾഡ് റെക്കോർഡ് കരസ്ഥമാക്കാനായി സ്ലാഷും ക്രൗണും മെമന്റോയും കൊടുത്തായിരുന്നു ആദരിച്ചത്. വേൾഡ് മലയാളി ഹോം ഷെഫ് ഫൗണ്ടർ റസീല സുധീർ നേതൃത്വം നൽകി. കള്ളക്കടലും കാലാവസ്ഥാ വ്യതിയാനവുമെല്ലാം ഗുരുതര പ്രതിസന്ധിയിലാഴ്ത്തുന്നത് സംസ്ഥാനത്തെ മത്സ്യത്തൊഴിലാളികളെയാണ്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ തീരദേശത്ത് നടപ്പാക്കുന്ന വികസന പദ്ധതികളും ഈ മേഖലയിൽ പ്രതിസന്ധി സൃഷ്ടിക്കുന്നുണ്ട്. ഇതുപോലെ സംഭവം ഉണ്ടായിട്ടില്ല. ഒരു വർദ്ധി ഇത്രയും വർഷം എനിക്കൊരു 36 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട് കടലിൽ. പക്ഷെ ഇതുവരെ ഒരു സംഭവം ഇതുപോലെ ഉണ്ടായിട്ടില്ല. ഇപ്പം നമ്മൾ ചാള എന്ന സാധനം എപ്പോഴും തീക്കണം. ഇപ്പോൾ ഒരെണ്ണം കണിയാണാൻ കിട്ടുന്നില്ല. നമുക്ക് വലിയ ചൂട് തന്നെ. ഇനിയിപ്പോൾ എന്തെങ്കിലും കടലിൽ മീൻ വന്ന് പണി കിട്ടണമെങ്കിൽ നമ്മൾക്ക് ശരിക്കും മഴ പെയ്ത് കടലും തണുക്കണം. അപ്പോഴേ നമുക്ക് കടലിൽ എന്തെങ്കിലും എന്തായാലും ചെമ്മീനായാലും മീനായാലും എന്ത് സാധനം വേണമെങ്കിലും ഈ ചൂട് മാറിയെങ്കിൽ മാത്രമേ സംഭവം കിട്ടുള്ളൂ. നമുക്ക് കഴിഞ്ഞ 35 വർഷമായി ഷൺമുഖൻ ചേട്ടൻ അന്നം തരുന്നത് കടലാണ്. എന്നാൽ ഇതുപോലൊരു വറുതിയുടെ കാലം അദ്ദേഹത്തിന്റെ ഓർമ്മയിലില്ല. കടലിനെ ആശ്രയിച്ചു ജീവിക്കുന്ന ഓരോരുത്തരും ഇത് തന്നെയാണ് പറയുന്നത്. മുൻപെങ്ങുമില്ലാത്ത വിധം കടുത്ത വെല്ലുവിളികളാണ് കടലിന്റെ മക്കൾ നേരിടുന്നത്. കാലാവസ്ഥാ വ്യതിയാനം അത്രമേൽ മാറ്റങ്ങൾ കടലിൽ സൃഷ്ടിക്കുന്നുണ്ട്. ന്യൂനമർദ്ദവും കൊടുങ്കാറ്റുമെല്ലാം സൃഷ്ടിക്കുന്ന പ്രതിസന്ധികൾക്കിടെയാണ് കള്ളക്കടലെന്ന പുതിയ പ്രതിഭാസത്തിൻ്റെയും വരവ്. തങ്ങളുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കാൻ സർക്കാരും ശ്രമിക്കുന്നില്ലെന്നാണ് ഇവരുടെ പരാതി. ഞങ്ങള് ആകെ പെട്ടിരിക്കുകയാണ്. ആകെ മത്സ്യത്തൊഴിലാളികൾ കേരളത്തിലെ എല്ലാ പരമ്പരാഗത മത്സ്യത്തൊഴിലാളികളും കടക്കെണിയിലാണ്. ആത്മഹത്യയുടെ വക്കിലാണ് എല്ലാവരും. അത്രയും പ്രതിസന്ധികളും പ്രശ്നങ്ങളുമാണ്. ട്രോളിംഗ് ബോട്ടുകളാണ് ഇവിടെ പ്രശ്നം. ട്രോളിംഗ് ബോട്ടുകളൊക്കെ നിരോധിച്ചു കളയണം. എന്നാൽ ഇവിടെ മത്സ്യസമ്പത്ത് ഉണ്ടാവുള്ളൂ. അത്രയും പ്രതിസന്ധിയിലാണ് മത്സ്യത്തൊഴിലാളികൾ. ഗവൺമെന്റ് ശ്രദ്ധയിൽ ഇത് പല പ്രാവശ്യം നമ്മൾ പെടുത്താൻ ശ്രമിച്ചെങ്കിലും ഗവൺമെന്റ് നമ്മുടെ ഫിഷറീസ് മന്ത്രി അടക്കമുള്ള ആളുകൾ ഇത് ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളതാണ്. ഇതിന് പ്രത്യേക നിയമം കൊണ്ടുവരണം. സ്ക്വാഡ് രൂപീകരിക്കണം. കടലിൽ ഇത്തരം മത്സ്യബന്ധനം നടക്കുന്നുണ്ടെന്നുള്ളതിന് അവരെ പിടിക്കുന്നതിനുള്ള സ്ക്വാഡ് രൂപീകരിക്കണം. നിലവിലെ ട്രോളിംഗ് നിരോധനം അശാസ്ത്രീയമാണെന്നും മത്സ്യസമ്പത്ത് വർദ്ധിപ്പിക്കുവാൻ നിരോധന കാലയളവ് നീട്ടണമെന്നും പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾ ആവശ്യപ്പെടുന്നുണ്ട്. വായ്പയെടുത്താണ് വള്ളങ്ങളും മറ്റ് മത്സ്യബന്ധന ഉപകരണങ്ങളും പലരും വാങ്ങിയിരിക്കുന്നത്. കടലിൽ പോകാൻ കഴിയാതെയാകുന്നതോടെ ഇവരുടെ ജീവിതം നാൾക്കുനാൾ പ്രതിസന്ധിയിലാകുകയാണ്. ന്യൂസ് 18 കൊച്ചി. മാതൃദിനത്തിലെ വ്യത്യസ്ത കാഴ്ചയായി കൊച്ചിയിൽ ഫാഷൻ ഷോ. മാതാവാകാൻ പോകുന്നവരുടെ ഉത്കണ്ഠകൾ അകറ്റുക, ഗർഭകാലം ഉല്ലാസപ്രദമാക്കുക എന്ന സന്ദേശം നൽകിക്കൊണ്ടാണ് താരാട്ടഴക് ഫാഷൻ ഷോ സംഘടിപ്പിച്ചത്. അമ്മയാകാൻ ഒരുങ്ങുന്ന നടി അമല പോളിന്റെ റാംപ് വാക്കും ശ്രദ്ധേയമായി. ആരോഗ്യമുള്ള ഒരു കുഞ്ഞിന് ജന്മം നൽകുന്നതിന് അമ്മയുടെ മാനസികമായ സന്തോഷം പ്രധാനമാണ്. അതിനായി പല പരിപാടികളും പരിശീലനങ്ങളും നടത്താറുണ്ടെങ്കിലും അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിരുന്നു കൊച്ചിയിൽ നടന്ന താരാട്ടഴക് ഫാഷൻ ഷോ. കിൻഡർ താരാട്ടഴക് സീസൺ 3 കിരീടം ചേർത്തല സ്വദേശി M അനില സ്വന്തമാക്കി. എറണാകുളം സ്വദേശി ഹരിത ഫസ്റ്റ് റണ്ണറപ്പും ഹരിപ്പാട് സ്വദേശി സ്മൃതി സെക്കൻഡ് റണ്ണറപ്പുമായി. റാമ്പിൽ താരമായി നിറവയറുമായി എത്തിയ നടി അമല പോൾ. ഗർഭിണികളെ പങ്കെടുപ്പിച്ചുകൊണ്ട് സംഘടിപ്പിച്ച ഫാഷൻ ഷോ വേൾഡ് റെക്കോർഡ് യൂണിയന്റെ റെക്കോർഡും സ്വന്തമാക്കി. ന്യൂസ് 18 കൊച്ചി. ഇനി ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നോക്കാം. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്
വലിയ സ്വപ്നങ്ങൾ, വലിയ സന്തോഷങ്ങൾ, വലിയ കളക്ഷൻ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സ്വർണം 22 ക്യാരറ്റ് ഗ്രാമിന് 6690 രൂപ, പവൻ 53,520 രൂപ. 18 ക്യാരറ്റ് ഗ്രാമിന് 5590 രൂപ, പവന് 44,720 രൂപ. വെള്ളി ഗ്രാമിന് 90 രൂപ, കിലോയ്ക്ക് 90,000 രൂപ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. വലിയ സ്വപ്നങ്ങൾ, വലിയ സന്തോഷങ്ങൾ, വലിയ കളക്ഷൻ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സകലമാന കേരളം പൂർണ്ണമാകുന്നു. നമസ്കാരം. മറ്റുള്ള 2 പേരും ഇപ്പോൾ ആശുപത്രി